നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. ബിജെപിയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ എംപിയായ സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ മന്ത്രിയാകും. കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചതായാണ് സൂചന. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം രണ്ടാം മന്ത്രിസഭയിലെ പലരും ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആവുമെന്നായിരുന്നു ദില്ലിയിലെത്തിയ സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഒരുപാട് പേര് വിളിച്ചുപദേശിച്ചുവെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപി ലോക്സഭാ അംഗമെന്ന നിലയിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ വേണമെന്ന് കേന്ദ്ര നേതൃത്വമാണ് നിർദ്ദേശിച്ചത്. 2 വർഷത്തേക്ക് സിനിമകളിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടെന്നും അതിന് കേന്ദ്രമന്ത്രിസ്ഥാനം തടസ്സമാകുമോ എന്ന ആശങ്കയും സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ മോദിക്കൊപ്പം ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. ഏത് വകുപ്പാണെന്നതടക്കം വൈകാതെ പ്രഖ്യാപിക്കും. മോദിക്കൊപ്പം 50ഓളം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതാണ് നിലവിൽ പരിഗണനയിലുള്ളത്. തൃശൂരിൽ നിന്ന് 70,000-ലേറെ വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി ചരിത്രവിജയം നേടിയത്. CCTV ന്യൂസ്, കേച്ചേരി. പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ നിർത്തിയിടുന്ന ബൈക്കുകൾ മോഷണം പോകുന്നത് പതിവാകുന്നു. 1 മാസത്തിനിടെ 2 ബൈക്കുകളാണ് മോഷണം പോയത്. ഇതോടെ മറ്റ് യാത്രക്കാരും ആശങ്കയിലാണ്. പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യാത്രക്കാർ നിർത്തിയിടുന്ന ബൈക്കുകളാണ് മോഷണം പോകുന്നത് പതിവായിരിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടെ 2 ബൈക്കുകളാണ് ഇതിനകം മോഷണം പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊടുമുണ്ട സ്വദേശിയുടെ ബൈക്കാണ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും കാണാതായത്. കഴിഞ്ഞ ദിവസം രാവിലെ നിർത്തിയിട്ട ബൈക്കാണ് രാത്രി വന്ന് എടുക്കാൻ നോക്കുമ്പോൾ കാണാനില്ലാത്ത വിവരം ഉടമ അറിയുന്നത്. തുടർന്ന് തൃത്താല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരാണ് സ്റ്റേഷൻ പരിസരത്ത് ബൈക്കുകൾ നിർത്തിയിട്ട് പോകുന്നത്. രാത്രിത്തെ ട്രെയിനിനാണ് ഇവർ മടങ്ങി വരിക. പള്ളിപ്പുറം, പരുതൂർ, കൊടുമുണ്ട, തൃത്താല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് ട്രെയിൻ കയറാറ്. രാത്രിയിൽ മറ്റു വാഹനങ്ങൾ കിട്ടാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പലരും ഇരുചക്ര വാഹനങ്ങളും കാറുകളുമായി ഇവിടെ എത്തുന്നത്. എന്നാൽ വണ്ടി ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ വാഹനം നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിൽ ഇവിടെ സംജാതമായിരിക്കുന്നത്. സ്റ്റേഷൻ പരിസരത്ത് നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ 2 ബൈക്ക് പോയിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങും എത്തിയില്ലെന്ന ആക്ഷേപവുമുണ്ട്. പാടത്തേക്ക് വഴിയില്ലാത്തതുമൂലം നെൽകൃഷി ചെയ്യാനാകാതെ ഒരു കൂട്ടം കർഷകർ. കൃഷിസ്ഥലത്തേക്ക് വാഹനമിറക്കാനുള്ള പാലം എന്ന കർഷകരുടെ ആവശ്യം വർഷങ്ങളായി പരിഗണിക്കാതെ സർക്കാരും ഉദ്യോഗസ്ഥരും. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പള്ളം പാടശേഖരത്തിലുള്ള 10ഓളം കർഷകരാണ് നെൽകൃഷി ചെയ്യാനാകാതെ വർഷങ്ങളായി ബുദ്ധിമുട്ടനുഭവിക്കുന്നത്. നേരത്തെ പാടശേഖരത്തിലേക്ക് കൃഷിക്കാവശ്യമായ സാമഗ്രികൾ കൊണ്ടുവരുന്നതിനും പോകുന്നതിനും ഉണ്ടായിരുന്ന റോഡിന് ഇരുവശവും സ്വകാര്യ വ്യക്തികൾ വീട് നിർമ്മിച്ചതോടെയാണ് കൃഷിസ്ഥലത്തേക്ക് വാഹനമിറക്കാൻ വഴിയില്ലാതായത്. ഒരു ഭാഗത്ത് പുഴയും മറ്റു 3 ഭാഗങ്ങളിൽ പുഴയിലേക്കെത്തുന്ന തോടുമുള്ള സ്ഥലമാണ് ഇവിടം. കൃഷിസ്ഥലത്തേക്ക് കടക്കുന്നതിനു വേണ്ടി ഒരു നടപ്പാലം മാത്രമാണ് ഉള്ളത്. ഇതിലൂടെ തലച്ചുമടായും മറ്റും ചെറിയ കൃഷിക്കാവശ്യമായ സാമഗ്രികൾ മാത്രം എത്തിച്ചാണ് കർഷകർ വർഷങ്ങളായി പച്ചക്കറിയും വാഴയും മറ്റും കൃഷി ചെയ്യുന്നത്. നിലവിലെ നടപ്പാലം പോലും പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. 20 ഏക്കറോളം കൃഷിസ്ഥലമാണ് വണ്ടിയിറക്കാൻ കഴിയാത്തതുമൂലം നെൽകൃഷി ചെയ്യാനാവാതെ കിടക്കുന്നത്. ഇതിൽ പലയിടങ്ങളും ഇപ്പോഴും തരിശായി കിടക്കുകയാണ്. 10 വർഷത്തിലേറെയായി പഞ്ചായത്തിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലും കൃഷി ഓഫീസുകളിലും കർഷകർ കയറിയിറങ്ങിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 വർഷം മുമ്പാണ് പഞ്ചായത്ത് കർഷകരുടെ പരാതി സ്വീകരിച്ചത്. എന്നാൽ നിലവിലെ നടപ്പാത പുനർനിർമ്മിക്കാൻ മാത്രമാണ് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചത്. ഇതുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറില്ല എന്ന് കർഷകർ പറഞ്ഞതോടെ നടപ്പാതയുടെ നിർമ്മാണവും നടക്കാതെയായി. അടുത്ത സാമ്പത്തിക വർഷത്തിൽ പുതിയ പാലത്തിനായി ഫണ്ട് വകയിരുത്താമെന്നാണ് പഞ്ചായത്ത് അംഗം കർഷകരോട് പറയുന്നത്. നെൽകൃഷി ചെയ്യാൻ താൽപ്പര്യമുണ്ടായിട്ടും സാഹചര്യങ്ങളില്ലാത്തതുമൂലം കൃഷി ചെയ്യാനാകാതെ ഈ കർഷകർ ഇന്നും ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ്. 15 ഏക്കറോളം കൃഷിഭൂമിയുണ്ട്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് 3 കോടി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ പച്ചക്കറി മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ റോഡിലേക്ക് എത്തിക്കുന്നത്. മിനിസ്റ്റർക്കും പഞ്ചായത്തിനും കളക്ടർക്കും എല്ലാം ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാകും. അതിന് മറുപടി ഉണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്ത് അതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണണമെന്ന് സാധാരണ അഭ്യർത്ഥിച്ചു. CCTV ന്യൂസ്, തളി. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി മണ്ഡലത്തിലെ 6 വിദ്യാലയങ്ങളിൽ പാചകപ്പുരകളുടെ നിർമ്മാണം പൂർത്തിയായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പാചകപ്പുരകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA പാചകപ്പുരകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ 6 വിദ്യാലയങ്ങളിലാണ് പാചകപ്പുരകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് പാചകപ്പുരകൾ നിർമ്മിച്ചത്. ആമയൂർ LVALP സ്കൂൾ, ആമയൂർ ALP സ്കൂൾ, വിളയൂർ LP സ്കൂൾ, എടപ്പലം HALP സ്കൂൾ, ആമയൂർ AMLP സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളാണ് പാചകപ്പുരകൾ നിർമ്മിച്ചു നൽകിയത്. പാചകപ്പുരകളുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. ഏതെങ്കിലും തരത്തിൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ വരാം, കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണി കാണും. മാത്രമല്ല അത് വിദ്യാഭ്യാസത്തെ ബാധിക്കും, അവരുടെ പെർഫോമൻസിനെ ആകപ്പാടെ അത് ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നല്ല ആരോഗ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു സാഹചര്യം വിദ്യാലയത്തിൽ ഉണ്ടാകണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാലയത്തിലുള്ള കിച്ചൺ. കിച്ചണുമായി ബന്ധപ്പെട്ട് ഒരു സന്തോഷമുള്ള കാര്യം, വിവിധങ്ങളായ ഫണ്ടുകൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് നമ്മൾ ആകർഷിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട്, ഇതൊന്നും നടക്കാത്ത സ്ഥലങ്ങളിൽ MLA ഫണ്ട്, ഇത് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന അധ്യയന വർഷമാകുമ്പോഴേക്കിന് പരമാവധി പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും നല്ല കിച്ചൺ സൗകര്യമുള്ള വിദ്യാലയങ്ങളാക്കി മാറ്റുക എന്ന. ആമയൂർ നോർത്ത് ALP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ M ഗിരീഷ്, PTA പ്രസിഡന്റ് M രാജൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ബീന, ഗ്രാമപഞ്ചായത്ത് അംഗം K വേലായുധൻ, K ഫൗസിയ, ആയിഷാബി, വിനോദ് കുമാർ, സുനിൽ ബേബി, MK ദേവദാസ്, M കൃഷ്ണദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി പാടശേഖര സമിതി ഭാരവാഹികൾ യോഗം ചേർന്നു. P മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 2ാം വിളയ്ക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്ത ചാലിശ്ശേരി കൃഷി ഓഫീസറുടെ നിലപാടിൽ യോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കൃഷി ഓഫീസർ അടിയന്തരമായി യോഗം വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കുളത്താണിത്താളം പാടശേഖരത്തിലെ കർഷകരുടെ PRSലെ ദുരൂഹത പരിഹരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി PB സുനിൽകുമാർ പ്രസിഡന്റ്, P മോഹനൻ സെക്രട്ടറി, അബ്ദുൾ ജലീൽ ഖജാൻജി, വൈസ് പ്രസിഡന്റായി ഋഷഭദേവനെയും ജോയിന്റ് സെക്രട്ടറിയായി പ്രദീപ് മൂലക്കാട്ടിനെയും തെരഞ്ഞെടുത്തു. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനും ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനും പുതിയ വാഹനങ്ങൾ. MLA ഫണ്ടിൽ നിന്നും 9 കോടിയോളം രൂപ ചെലവഴിച്ചാണ് വാഹനങ്ങൾ ലഭ്യമാക്കിയത്. ആരോഗ്യരംഗത്തെ പുത്തൻ കാൽവെപ്പുമായാണ് പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ ഓങ്ങല്ലൂർ കൊപ്പം ആശുപത്രികൾക്ക് മൊബൈൽ ഡിസ്പെൻസറി യൂണിറ്റുകൾക്കുള്ള വാഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. മുഹമ്മദ് മോഹസിൻ MLAയുടെ ഫണ്ടിൽ നിന്നും 9.64 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2 വാഹനങ്ങളും യാഥാർത്ഥ്യമായത്. പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വാഹനങ്ങൾ ഏറെ സഹായകരമാകും. വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടന്നു. കൊപ്പത്ത് നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് വാഹനമില്ലാത്തത് കൊണ്ടാണ്. പഴയ വാഹനം കണ്ടം ചെയ്തതിന്റെ ഭാഗമായി വാഹനമില്ലാത്തതുകൊണ്ട് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ MLA ഫണ്ടിൽ വാഹനം അനുവദിക്കാം എന്ന് പറഞ്ഞു. ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കാരണം നേരിട്ട് വാഹനം അനുവദിക്കുന്നതിന് മൊബൈൽ ഡിസ്പെൻസറി പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് വാഹനം ലഭ്യമാക്കിയിട്ടുള്ളത്. ഫീൽഡ് തല പ്രവർത്തനം നമുക്കറിയാം പ്രതിരോധ പ്രവർത്തനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ ബ്ലോക്കിന്റെ കീഴിലുള്ള ഈ CHCയുടെ കീഴിലുള്ള
വിവിധ PHC-കളിലും പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പകർച്ചവ്യാധി അടക്കമുള്ള കാര്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുകയും അതിനെതിരായിട്ട് ആരോഗ്യ പ്രവർത്തകർ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീൽഡ് തല പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് MLA ഫണ്ടിൽ ഇങ്ങനെയൊരു വാഹനം അതിനുവേണ്ടി ഫണ്ട് വകയിരുത്തിയത്. തീർച്ചയായിട്ടും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ, വാക്സിനേഷന്റെ പ്രവർത്തനങ്ങളിൽ, പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഈ വാഹനം പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ M സാബിറ മുഖ്യാതിഥിയായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, സ്ഥിരസമിതി അധ്യക്ഷ ഷൈമ ഉണ്ണികൃഷ്ണൻ, TK ഷുക്കൂർ, സോമൻ, ഹനീഫ കൊപ്പം, P സുന്ദരൻ, കരുണാകരൻ, ഭാസ്കരൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.